ഈ ലോകകപ്പ് നടക്കുന്ന ന്യൂയോർക്കിൽ ന്യൂജേഴ്സിക്ക് സമീപം അവിടെ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, കനത്ത സുരക്ഷ, ന്യൂയോർക്ക് പോലീസിന്റെ ഒരു വലിയ പട വന്ന് എന്റെ തൊട്ടുപുറകിൽ കാണാൻ പറ്റും. ഇനി എന്റെ പുറകിൽ ടൈംസ് സ്ക്വയറിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്ന. മധു കൊട്ടാരക്കര ടൈംസ് സ്ക്വയറിലാണ്. ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുന്ന അർജന്റീനൻ ആരാധകർ, അവരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ ജേഴ്സി അണിഞ്ഞ ആരാധകരെ നമുക്കവിടെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ കാണാം. അവരുമായി സംസാരിക്കുകയാണ് മധു കൊട്ടാരക്കര. ടൈംസ് സ്ക്വയറിലെ ആഘോഷം ആൾത്തിരക്കിന്റെയാണ് തോന്നുന്നു. ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട് നമുക്കവിടെ, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ. പക്ഷേ മധു, അവിടെ ഇങ്ങനെ ഈ ആൾത്തിരക്കിന് ആൾക്കടലാണ് ശരിക്കും പറഞ്ഞാൽ. നിറയെ ആളുകളാണ്. ലോകകപ്പ് നടക്കുന്ന നാട്ടിൽ, നമ്മുടെ നാട്ടിൽ എന്താണ് ആവേശം എന്ന് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ലോകകപ്പ് നടക്കുന്ന നാട്ടിൽ, അമേരിക്കയിൽ, അവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റിൽ, പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാരെ നമുക്ക് കാണാം. ആ വലിയ സുരക്ഷയ്ക്കിടയിലാണ് ഇങ്ങനൊരു മത്സരം നടക്കുന്നത്. ഇന്ന് സമാപന ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഒരല്പം രാഷ്ട്രീയം പറഞ്ഞാലോ? തീർച്ചയായും. ട്രംപിനോട് ഏറ്റവും വലിയ ആവേശത്തോടെ, അല്ലെങ്കിൽ ട്രംപിനോട് ഏറ്റവും വലിയ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിനെതിരെ നിരുന്ന ആൾ സ്പെയിനിന്റെ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. അപ്പോൾ സാഞ്ചസിന്റെ കുട്ടികൾ ഇത്തവണ കപ്പെടുത്താൽ ഒരുപക്ഷെ ട്രംപിന് അത് വലിയ നാണക്കേടും സങ്കടവും തിരിച്ചടിയായിരിക്കും. ഇനി സ്പെയിനെതിരെ വല്ല ടാക്സും പ്രഖ്യാപിക്കുമോ ട്രംപ് എന്ന് പറയാനാവില്ല, ജയിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് സ്പെയിൻ ജയിച്ചാൽ അത് ട്രംപിന് രാഷ്ട്രീയമായൊരു ചെറിയ പ്രശ്നമുണ്ടാക്കുന്ന കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ആര് ജയിക്കുമെന്നറിയില്ല. മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ആ സ്റ്റേഡിയം നേരത്തെ പറഞ്ഞതുപോലെ ലയണൽ മെസ്സിയുടെ കണ്ണീർ ഒരിക്കൽ വീണ സ്റ്റേഡിയമാണത്. വിരമിക്കൽ പ്രഖ്യാപനം കണ്ടതാണ്. പക്ഷേ ഇത്തവണ അതാവുമോ എന്നുള്ളതാണ്. ഇത്തവണ ഇത് ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രായത്തിലും ഈ മെസ്സി കളിക്കുന്ന കളി, ഗ്രൗണ്ടിലോടുന്ന ഓട്ടം, എൻഗേജ് ചെയ്യുന്ന ടൈം, ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മെസ്സി ഒരു മാജീഷ്യനാണ് മെസ്സി എന്ന് പറയുന്ന ഒരു മാജിക് ആണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മറുവശത്ത് നമ്മൾ ലെമിൻ യമാലിന്റെ കാര്യം എടുത്താലും ഒരു തലമുറ മാറ്റത്തിന്റെ ഒക്കെ ഒരു കാലമാണോ എന്ന് ചോദിക്കും. നമ്മൾ ഈ പ്രായം കൂടി കണക്കിലെടുത്താൽ അർജന്റീന താരങ്ങളുടെ ഒരു ആവറേജ് ഏജും സ്പെയിൻ താരങ്ങളുടെ ഒരു ആവറേജ് ഏജും ഒക്കെ എടുത്ത് വലിയ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് ജനറേഷന്റെ തന്നെ ഏറ്റുമുട്ടലാണ് ഇന്നത്തെ മത്സരം വരുന്നത്. മാത്രമല്ല, മെസ്സി തുടരണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത്തവണത്തെ ഈ ലോകകപ്പിന്റെ ഫൈനൽ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ തീരുമാനം. പലതവണ പ്രഖ്യാപനം തിരുത്തിയ ആളാണല്ലോ മെസ്സി. ഞങ്ങളുടെ ഗെയിമറൊക്കെ വിരമിച്ചു പോയതാണ്. ചിലപ്പോൾ മെസ്സിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നറിയില്ല, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും മെസ്സിയുടെ കളി അത് ഇന്നത്തെ അവസാനത്തെ കളിയാണോ എന്നത് ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട് ചില ആരാധകർക്ക്. അതെല്ലാം ഇനി കോപ്പ അമേരിക്ക കൂടി കളിച്ച് കോപ്പ അമേരിക്കയിൽ ഒരു കപ്പൊക്കെ എടുത്തിട്ടേ പോകുകയുള്ളൂ എന്നൊരു മനസ്സിൽ വിചാരം ഉണ്ടോയെന്ന് അറിയത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.